എന്റെ ചെക്കൻ്റെ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് വലിയ കാര്യമായിട്ട് മെനക്കിടേണ്ടി വന്നില്ല കേട്ടോ. കാരണം ഇന്നലെ രാത്രി തന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ലഞ്ചിന് കൊണ്ടുപോകുന്നതെന്ന് ഹയാസ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ചൂട് കട്ടനൊക്കെ കുടിച്ചിട്ട് മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള സവാള ഉള്ളിലേക്ക് അരിഞ്ഞെടുക്കുകയാണ്. ഇനി ഇതെല്ലാം വഴിച്ച് സമയം പോകണ്ടല്ലോ എന്ന് ഓർത്ത് അതെല്ലാം കൂടി പെറുക്കി കുക്കറിലേക്ക് ഇട്ടു. ആവശ്യത്തിന് ഉപ്പും അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നേരെ ഗ്യാസിലേക്ക് വയ്ക്കാണ്. ഒരു വിസിൽ ഇട്ടോ. ഒറ്റ വിസിലിൽ സവാളയൊക്കെ നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് തക്കാളി അരിഞ്ഞതും ആവശ്യത്തിന് പൊടിപടലങ്ങളും പിന്നെ നമ്മളുടെ കുക്കായി വന്നിട്ടുള്ള സവാളയുടെ മിക്സും കൂടി ഇട്ട് നന്നായിട്ട് ജോയിൻ ചെയ്തെടുക്കുക. കറി അവിടെ സെറ്റ് ആകുമ്പോഴേക്കും ഞാൻ ഈ ഒരു അടുപ്പത്ത് നമ്മുടെ വെള്ളയപ്പം അങ്ങ് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം എന്ത് വരുന്ന സമയത്തിനുള്ളിൽ കറിയിലേക്ക് പുഴുങ്ങി വെച്ച മുട്ടയും തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ജോയിൻ ചെയ്തപ്പോൾ കറി ഇവിടെ സെറ്റ്. ഇനിയിപ്പോൾ ലഞ്ച് ബോക്സ് പാക്കിംഗ് ആണ്. വെള്ളം കുപ്പിയിൽ ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പവും മുട്ടക്കറിയും വെക്കാം. വെല്ലിന്റെ പ്രശ്നമുള്ളതുകൊണ്ടും ഹയാസ് കഴിക്കാത്തതുകൊണ്ടും മുട്ടയുടെ ഉണ്ണി ഞാൻ മാറ്റിയിട്ടാണ് കൊടുത്തു വിടുന്നത്. പിന്നെ സ്നാക്സ് ബോക്സിലേക്ക് ഈ ഒരു കുട്ടി ക്രീം ബണ്ണാണ് വെച്ചു കൊടുത്തത്. ഇന്നത്തെ എന്റെ ഏറ്റവും വലിയ സമാധാനം ഹയാസിന് ഇക്കാക്കയാണ് കുളിപ്പിച്ചതും ഡ്രസ്സ് ചെയ്യിച്ചതെല്ലാം. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഫുഡും വാരി കൊടുത്ത് ബാഗും സെറ്റാക്കി. ഇനിയിപ്പോ കൊണ്ടുപോയി സ്കൂൾ ബസ്സിൽ കയറ്റി വിടട്ടെ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാൻ. ടാറ്റാ.